എനിക്ക് പകരം ഒരാൾ വരില്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഒന്ന്, ലോ ബഡ്ജറ്റ് സിനിമ ചെയ്യുന്നവൻ വരുമായിരിക്കും, പറഞ്ഞോണം. മിമിക്രിക്കാർ 15 കൊല്ലമായിട്ട് പറഞ്ഞോണം. സപ്പോസ് ഇനി ഒരാൾ വന്നു, അയാളൊരു 5 ലക്ഷം പടം ചെയ്ത് ഒരു ഹിറ്റായി തന്നെ വിചാരിച്ചോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അയാൾ ഫേസ്ബുക്കിൽ, ഇപ്പം ഞാൻ ഫേസ്ബുക്കിലാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ എല്ലാവർക്കും മറുപടി കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ മനുഷ്യൻ അങ്ങനെ ചെയ്യുമെന്ന്? പറഞ്ഞു മനസ്സിലായി. അപ്പോൾ ആളുകൾ പറയും, ഓ സന്തോഷം. നമ്മളിപ്പോൾ എന്നോട് എത്ര ആൾ പറയും, ചേട്ടാ ഇന്നേ വരെ ഒരു മറുപടി. നമ്മൾ ചാനലിലായാലും പല ന്യൂസിൻ്റെ ഇടയിൽ ഇതിടും, സൂപ്പർ സ്റ്റാറുകൾക്ക് ഇടും, മറ്റേ നടിമാർക്ക് ഇടും, ആരെയും ഇങ്ങോട്ട് മറുപടി കിട്ടില്ല. ഞാൻ പറഞ്ഞ സത്യമല്ലേ? നിങ്ങൾ തന്നെ ഈ പരിപാടി കാണുന്ന ഏതൊരാളെ വെച്ച് നിങ്ങൾക്ക് ഇത്രയും കാലം ആരെയും നിങ്ങൾ മറുപടി ഇങ്ങോട്ട് കിട്ടിക്കുന്നു? നിങ്ങൾ കമൻ്റ് ഇടുന്നു, നിങ്ങൾ തന്നെ വായിക്കുന്നു, നിങ്ങൾ കമൻ്റ് ഇടുന്നു, നിങ്ങൾ തന്നെ വായിക്കുന്നു. ഇതല്ലേ ഞാൻ പറയുന്നത്? ഒരു ഓൺലൈൻ ചാനലൊക്കത്തിൽ ഇങ്ങനെയല്ലേ? അപ്പോൾ ആ വ്യക്തി അത് ചെയ്യണമെന്നില്ല. അപ്പോഴും അവിടെ വ്യത്യാസം വരും. ഓ സന്തോഷം വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു മറുപടി കിട്ടുമായിരുന്നു. ഇനി അതല്ല, അങ്ങനെ 5 ലക്ഷത്തിന് പടം എടുക്കുന്നു, അത് ഹിറ്റാവുന്നു, ഇയാൾ വളരെ കഷ്ടപ്പെട്ട്, കാരണം ഇത് നല്ല കഷ്ടപ്പാടെന്ന് തന്നെ ഞാൻ പറയും. ഒരു ദിവസം 8 പോസ്റ്റ് ഇട്ടിട്ട് ഈ 8 പോസ്റ്റിനൊക്കെ മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇയാൾ അതും ചെയ്ത് വിചാരിക്കാം, സന്തോഷം വേണ്ടിയിട്ട് കിട്ടുന്നതിൻ്റെ ഒരു 50% മറ്റുള്ളവർ കൊടുക്കും, 15 ദിവസം ഞാൻ ജനങ്ങളെ കൂടിയാണ് നിൽക്കുന്നത്. ആ വ്യക്തി അങ്ങനെ ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എഗെയിൻ അപ്പോഴും ആളുകൾ പറയും, ശരിടാ എന്തെങ്കിലും ഇപ്പോഴും ഈ ആദിവാസി മേഖലയിലോ അല്ലെങ്കിൽ ട്രൈബൽസിലൊക്കെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും എന്നെ അറിയിക്കും. എനിക്ക് ചെയ്യാൻ പറ്റില്ല, എന്നാലും പറ്റുന്നതും ചെയ്യും. ഇപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ ഈ തകർന്ന വീടുകൾ, പെട്ടെന്ന് കത്തിപ്പോകുന്ന വീടുകൾ, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉരുൾപൊട്ടലൊക്കെ വന്നിട്ട് വീട് തകരുക, അങ്ങനെയുള്ള എന്തെങ്കിലും രീതിയിലൊരു വീട് തകരുമ്പോൾ ഫസ്റ്റ് എന്നെ ആളുകൾ വിളിക്കുന്നത്.